ദുഷ്കാല കാലഘട്ടത്തിലാണ്. അതിനെ ആസ്പദമാക്കി നമ്മുടെ സ്റ്റുഡൻസിന്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് വായിക്കുന്നു. അതായത് നമുക്കൊരു നിശബ്ദ നാടകം കണ്ടാലോ? കുടുംബത്തിലെ യുവതി ഉപരിപഠനത്തിനായി ക്യാമ്പസിലേക്ക് പോകുമ്പോൾ തന്റെ ജീവിതത്തിൽ പിശാചുണ്ടാക്കുന്ന സ്വാധീനങ്ങൾ ഒരു ദൃശ്യാവിഷ്കാര മൂകാഭിനയമായി സിഹൻ ഖാൻ പോത്തനക്കാട് യൂത്ത് ഫെലോഷിപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ പാവം കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ കൊടുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞിവിളിയായിത്തീരും. തൻ്റെ സ്വകാര്യ ജീവിതത്തെ ജഡമോഹങ്ങളാൽ സ്വാധീനപ്പെടുത്തിയ പിശാചിൻ്റെ സ്വാധീനത്തെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനതാൽ പുതുജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിലൂടെ രക്ഷയ്ക്കായി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യും. ചെറുകഥ കേട്ടാലോ? നമ്മളുടെ ഹിന്ദുവിന്റെ ഒരു ഉത്സവം പ്രോത്സാഹന സമ്മാനമാണ്. ഈ സമ്മാനം കൊടുക്കാനാണ് അദ്ദേഹം മുന്നോട്ടുള്ളത്. ആദിനാഥ് ജിതി, ജോയൽ, ആദി, ജുവൽ, അനഘ, അഖീല, ആദർശ്, അഭിറം, ഹംസ, അക്സ, മുന്നോട്ടുള്ളത്. സ്കൂളിലെ എക്സാം നടത്തുന്ന ഫസ്റ്റ് സെക്കൻഡോടെ സമ്മാനം കൊടുക്കുന്നത് ജോയൽ, ആദ്യം അഞ്ച് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് നേടിയവരാണ് ഹീന, അനഹ, ജുവൽ. സിക്സ്ത് സ്റ്റാൻഡേർഡിൽ കൊടുക്കാണ് വിജയൻ ഫസ്റ്റ് നേടിയവരാണ്. സെവൻത്ത് സ്റ്റാൻഡേർഡിലാണ് ഫസ്റ്റാണ്. ടീച്ചേഴ്സ് മുംബൈക്ക് ടീച്ചർ വളരെ പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കടന്നുപോയത്. ഈ സൺഡേ സ്കൂൾ ഭാഷയിൽ നടത്താൻ പറ്റുമോ എന്ന് ആശയങ്ങളുണ്ടായ ചില അനുഭവങ്ങളുണ്ടായിരുന്നു. കാരണം സമയങ്ങൾ നമ്മുടെ മുന്നിൽ വളരെ പരിമിതമായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് പോകാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ പറ്റാത്ത ഒരു സാഹചര്യം. പക്ഷേ അതിൻ്റെ നിലവിൽ കുട്ടികളെ പറഞ്ഞയച്ച മാതാപിതാക്കന്മാരും അതുപോലെ കടന്നുകൊണ്ട് സഹകരിക്കുകയും ആവോളം ഇതിനകത്ത് ഞങ്ങളുടെ കഴിവുകളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ എവിടെയാണ് അവരുടെ ഓർത്ത് നന്ദി പറയുന്നു.